ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. അയോധ്യ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിശേഷാൽ പ്രാർത്ഥനകൾ നടന്നു. പൗഷമാസത്തിലെ ശുക്ലപക്ഷദോദശി ദിനമായ ഇന്ന് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നതിന്റെ ഭാഗമായി ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രാവിലെ 11 മണി മുതൽ തന്നെ വിശേഷാൽ പ്രാർത്ഥനയും വിളക്ക് തെളിയിച്ചും രാമവിജയ മന്ത്രം ചൊല്ലിയും പ്രത്യേക പൂജകളും നടന്നു. ക്ഷേത്രാങ്കണത്തിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച പ്രൊജക്ടറിൽ പ്രദർശിപ്പിക്കുകയും അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി നടക്കുന്ന പൂജകളുടെ ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ അണിചേർന്ന ഭക്തജനങ്ങൾ രാമനാമം ഉരുവിട്ടുകൊണ്ടും വിളക്ക് തെളിയിച്ചുകൊണ്ടും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. രാജരാജൻ വീരൻ സൂര്യതനയനും മംഗളവീരനും മാരുതേതാൻ. പൗരാണിക നാഗരിക ശൈലിയിലാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 20 അടി ഉയരമുള്ള ക്ഷേത്രത്തിന് 392 തൂണുകളും 44 വാതിലുകളുമുണ്ട്. തൂണുകളിലും ഭിത്തികളിലും ദേവീ ദേവന്മാരുടെയും ദേവാംഗന്മാരുടെയും പ്രതിമകളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ശ്രീരാമ ജന്മഭൂമി സമുച്ചയത്തിൽ തന്നെ മഹർഷി വാൽമീകി, മഹർഷി വസിഷ്ഠൻ, മഹർഷി വിശ്വാമിത്രൻ, മഹർഷി അഗസ്ത്യൻ, നിഷാദരാജ് ഗുഹൻ, ശബരി മാതാവ്, അഹല്യാദേവി എന്നിവരുടെ ക്ഷേത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രമതിലിന്റെ 4 കോണുകളിൽ സൂര്യൻ, ശിവൻ, ഗണപതി, ഭഗവതി, തെക്കുഭാഗത്ത് ഹനുമാൻ, വടക്കുഭാഗത്ത് അന്നപൂർണ മാതാ ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നു. ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF പാനൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF പാനൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. U രാജഗോപാൽ, ശിവദാസൻ KN, KP സുധീർ, T സുനിൽ, ഗംഗാധരൻ PK, വിജയൻ M, അബ്ദുൾ നിഷാജ് A, അഡ്വക്കേറ്റ് സജില R സിംഗ്, സുനിത K, ഗിരിജ C, ലാസ്യ CR എന്നിവരാണ് പുതിയ ഭരണസമിതി അംഗങ്ങൾ. U രാജഗോപാലിനെ ചെയർമാനായും KN ശിവദാസനെ വൈസ് ചെയർമാനായും തെരഞ്ഞെടുത്തു. ബാങ്ക് ചെയർമാനായി തെരഞ്ഞെടുത്ത U രാജഗോപാൽ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം ചന്തപ്പുര ലക്ഷംവീട് റോഡ് നാടിന് സമർപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ചന്തപ്പുര ലക്ഷംവീട് റോഡ് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. 2022-23 സാമ്പത്തിക വർഷത്തെ ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ നിന്നുള്ള മെയിൻ്റനൻസ് ഗ്രാന്റിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് വാർഡ് 13-ൽ ചന്തപ്പുര ലക്ഷംവീട് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 13-14 വാർഡ് നിവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ചന്തപ്പുര ലക്ഷംവീട് റോഡ് നവീകരണം. ലക്ഷംവീട് 4 സെന്റ് പ്രദേശത്തെ 150-ൽ പരം കുടുംബങ്ങൾക്ക് റോഡ് ഉപകാരപ്രദമാണ്. ശ്രീകൃഷ്ണപുരം പ്രധാന പാതയുമായി ബന്ധിപ്പിക്കുന്ന 103 മീറ്ററോളം വരുന്ന റോഡ്, കോൺക്രീറ്റ് തകർന്നു കിടന്നിരുന്ന കനാൽ പാലം പുനർനിർമ്മാണം എന്നീ പ്രവൃത്തികളാണ് ചെയ്തത്. ലക്ഷംവീട് പ്രദേശത്ത് നടന്ന ചന്തപ്പുര ലക്ഷംവീട് റോഡിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക അധ്യക്ഷയായി. ഓവർസിയർ ശരണ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, വാർഡംഗം AK പ്രദീപ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഹരിദാസൻ, CJ ജോയ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊൻതിങ്കൾ നീയേ ഇനി എന്നുമേ
എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലി ആയ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. സസ്നേഹം വെള്ളിനേഴി പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാന ആരോഗ്യവകുപ്പ് പാലിയേറ്റീവ് പരിചരണ വികേന്ദ്രീകൃത ഉത്തരവിൽപ്പടി കിടപ്പിലല്ലാത്തതും അതീവ പരിചരണം ആവശ്യമില്ലാത്തതുമായ ഗുണഭോക്താക്കൾക്ക് ജനകീയാരോഗ്യ കേന്ദ്രം ടീമിന്റെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശിത ഹോം കെയർ ആരംഭിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ജയലക്ഷ്മി ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി വി ബിന്ദു അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവ്യ പദ്ധതി വിശദീകരണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ യു വിശ്വനാഥൻ സ്വാഗതവും ഡോക്ടർ ബാലമണികണ്ഠൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് തിരുവാഴിയോട് കുറ്റാനശ്ശേരി ജനകീയാരോഗ്യ കേന്ദ്ര പരിധിയിൽ നടന്ന ഹോം കെയറിൽ JPHN ദേവിക, MLSP-മാരായ ശ്രീവിദ്യ രേണുക, ആശാ വർക്കർ ലക്ഷ്മി യു വിശ്വനാഥൻ, HI എന്നിവർ നേതൃത്വം നൽകി. വനമിത്ര പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. തൊടുകാപ്പുകുന്ന് ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ നവീകരിച്ച വനശ്രീ ഇക്കോ ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അട്ടപ്പാടി മേഖലയിലെ ആദിവാസി ഗോത്രവിഭാഗങ്ങൾ ഉൾവനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ചെറുകിട വനവിഭവങ്ങളും ഗോത്രവിഭാഗങ്ങൾ കൃഷി ചെയ്യുന്ന വിവിധതരം ധാന്യങ്ങളും വനശ്രീ ഇക്കോ ഷോപ്പിൽ നിന്നും ലഭിക്കും. ഇതോടൊപ്പം മല്ലീശ്വര വനവികാസ് കേന്ദ്രയുടെ അട്ടപ്പാടി തേൻ, ചെറുതേൻ, സംസ്ഥാനത്തെ വിവിധ വനവികസന ഏജൻസികളിൽ നിന്ന് ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ, മറയൂർ ചന്ദനതൈലം എന്നിവയും വനശ്രീ ഇക്കോ ഷോപ്പിൽ ലഭിക്കും. ചൊവ്വാഴ്ച മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് ഷോപ്പ് പ്രവർത്തിക്കുക. നവീകരിച്ച വനശ്രീ ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനം തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സലീം നിർവഹിച്ചു. മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ K ആഷിഖ് അലി അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് RFO സുബൈർ, വാർഡ് മെമ്പർ സഫിയ, വനവികസന ഏജൻസി കോർഡിനേറ്റർ VP ഹബാസ്, തിരുവിഴാങ്കുന്ന് ഡെപ്യൂട്ടി RFO K സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന കേരള സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിനും പുനർക്രമീകരണത്തിനുമായി ഒറ്റപ്പാലത്ത് സംഘടിപ്പിച്ച സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് പരിപാടി അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ചത്, ഏറ്റവും ഉദാത്തമായത് നാം ഉയർത്തിപ്പിടിക്കേണ്ടത് മാനവികതയാണെന്നും മനുഷ്യത്വമാണെന്നും ജാതിയുടെ, മതത്തിന്റെ, ദേശത്തിന്റെ, പ്രദേശത്തിന്റെ, ഭാഷയുടെ എല്ലാ വൈവിധ്യങ്ങൾക്കും അപ്പുറത്ത് മാനവികത ഉയർത്തിപ്പിടിക്കുക എന്നത് നമ്മുടെ മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറണമെന്ന് പൊതുവിൽ കേരളം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ശ്രീ K രാധാകൃഷ്ണൻ അവർ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് പറയുകയുണ്ടായി, നമ്മുടെ രാജ്യത്തിന്റെ 75ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് പുറത്തു വന്ന ഒരു വാർത്ത രാജസ്ഥാനിൽ നിന്നാണ്. ഒരു കുട്ടിയുടെ മരണ വാർത്തയായിരുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോഴും രാജസ്ഥാനിൽ ഒരു കുട്ടിയുടെ മരണ വാർത്ത എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഓരോ ജാതിക്കും കുടിക്കാനുള്ള വെള്ളം തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. നന്നായി വെള്ളത്തിന് ദാഹിച്ചപ്പോ ഏറ്റവും അടുത്തുള്ള പാത്രത്തിൽ നിന്ന് ഈ കുട്ടി വെള്ളം കുടിച്ചു. അങ്ങനെ വെള്ളം കുടിച്ചപ്പോ എന്തിനാണ് നീ അതിൽ നിന്ന് വെള്ളം കുടിച്ചത് എന്ന് ചോദിച്ചിട്ട് ചീത്ത പറയുകയല്ല, ചെറുതായി ഒരു അടി കൊടുക്കുകയല്ല, ആ കുട്ടിയെ
മാരകമായി മർദ്ദിച്ച് 7-8 ദിവസം ആശുപത്രിയിൽ കിടന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ദിനത്തിൽ ആ കുട്ടി മരണപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ഒറ്റപ്പാലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ, ഒറ്റപ്പാലം AEO സത്യബാലൻ, ഒറ്റപ്പാലം BPC പ്രഭാകരൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. Bobby Chemanur International Jewelers. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ കാർഷിക കർമ്മസേന ജനറൽ ബോഡി യോഗം ചേർന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ കാർഷിക കർമ്മസേനയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. യോഗത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ കാർഷിക കർമ്മസേനയ്ക്ക് ഓണസമ്മാനമായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറിന്റെ 3 ലക്ഷം രൂപ നഴ്സറി തുടങ്ങുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ടെന്നും അതിന്റെ പ്രാരംഭ നടപടി എന്ന നിലയിൽ പഞ്ചായത്ത് ശ്മശാനത്തോടനുബന്ധിച്ചുള്ള സ്ഥലത്ത് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് പുരോഗമിക്കുന്നുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് ജില്ലയിലെ ചുരുക്കം ചില കാർഷിക കർമ്മസേനയിൽ ഒന്നാണ് മങ്കര. എന്തായാലും നമുക്കിന്ന് അഭിമാനിക്കത്തക്കതായിട്ട് 3 ലക്ഷം രൂപ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷന്റെ ഒരു 3 ലക്ഷം രൂപ ഒരു നഴ്സറി തുടങ്ങുന്നതിന് വേണ്ടി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എഗ്രിമെന്റ് വെക്കേണ്ടതുണ്ട്. എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് 1.5 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കാളികാവിനോട് ചേർന്ന് കിടക്കുന്ന മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലമാണ് ഈ നഴ്സറികൾക്ക് വേണ്ടി അനുവദിക്കാറുള്ളത്. അപ്പോൾ നിലവിലുള്ള തൊഴിലുറപ്പിന്റെ നഴ്സറിയോട് അനുബന്ധിച്ച് തന്നെ ഈ 3 ലക്ഷം രൂപ കൂടി ലഭിച്ചതിൽ 50 സെന്റ് സ്ഥലം ഈ സൗകര്യത്തിനും കൂടി നമ്മൾ അനുവദിച്ച് കൊടുത്തിരിക്കുകയാണ്. മങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വസന്തകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാർഷിക കർമ്മസേനയുടെ പ്രസിഡന്റ് രാജൻ, സെക്രട്ടറി വത്സകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ വിനോദ് കുമാർ, പാഞ്ചാലി, ചന്ദ്രിക, കാർഷിക കർമ്മസേനയുടെ കൺവീനർ സരിത, ശ്യാം ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക കർമ്മസേനയ്ക്ക് അനുവദിച്ച തുക ഉപയോഗിച്ച് സർക്കാർ നിർദ്ദേശിച്ച പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പിലാക്കുമെന്ന് കാർഷിക കർമ്മസേന കൺവീനർ സരിത പറഞ്ഞു. അതിപ്പോൾ നമുക്ക് ശ്മശാനത്തിൽ അനുവദിച്ച ഈ 50 സെൻറ്റ് സ്ഥലത്ത് ഗ്രീൻ നെറ്റ് ഒന്ന്, റെയിൻ ഷെൽട്ടർ ആയിട്ട് ഒന്ന് വരുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ്, നമ്മുടെ സാധനങ്ങളെല്ലാം സംഭരിക്കാനുള്ള ഒരു ഗോഡൗൺ പോലെ ചെറുതായിട്ട്, പിന്നെ ഒരു വിശ്രമ സ്ഥലം, പിന്നെ മിസ്റ്റ് ചേംബർ, പിന്നെ ഒരു ഗാർഡൻ, ഇതെല്ലാം കൂടിയാണ് നമ്മൾ, പിന്നെ ഫെൻസിങ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ 3 ലക്ഷം നമുക്ക് SHM മുഖേന ഗവൺമെൻറ് അനുവദിച്ചു. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ആദരിച്ചു. സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ ഹൈസ്കൂൾ വിഭാഗം ഇലക്ട്രിക്കൽ വയറിംഗിൽ A ഗ്രേഡും 3ാം സ്ഥാനവും കരസ്ഥമാക്കിയ A ഹിമേഷിനെ വീട്ടിലെത്തി അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA അനുമോദിച്ചു.
കടമ്പൂർ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹിമേഷ്. കടമ്പൂർ ആന്തിരുത്തിയിൽ ഹരിദാസിന്റെയും പ്രേമലതയുടെയും മകനാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA സംസ്കൃതത്തിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ K അഞ്ജലിയെ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA വീട്ടിലെത്തി അനുമോദിച്ചു. കടമ്പൂർ കൊണ്ടോത്തു വീട്ടിൽ വേണുഗോപാലിന്റെയും ഓമനയുടെയും മകളാണ് അഞ്ജലി. CBSE ഇന്റർ സ്റ്റേറ്റ് അത്ലറ്റിക് മീറ്റിൽ ജാവലിൻ ത്രോയിൽ 41.38 മീറ്റർ എറിഞ്ഞ് മീറ്റർ റെക്കോർഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ VK വിഷ്ണുവിനെ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA വീട്ടിലെത്തി അനുമോദിച്ചു. കടമ്പൂർ വട്ടംകണ്ടത്തിൽ വേണുഗോപാലന്റെയും പ്രമീളയുടെയും മകനാണ് വിഷ്ണു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും MBBS പഠനം പൂർത്തിയാക്കിയ കടമ്പൂർ പൊറ്റമ്മൽ വീട്ടിൽ ഗോപിനാഥന്റെയും വട്ടംകണ്ടത്തിൽ സത്യഭാമയുടെയും മകൻ ഡോക്ടർ ഗൗതമിനെ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA വീട്ടിലെത്തി അനുമോദിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീത മോഹൻദാസ്, കടമ്പൂർ സർക്കാർ ഹൈസ്കൂൾ PTA പ്രസിഡന്റ് KP ഹരികൃഷ്ണൻ, S സഞ്ജീവ്, MR ബിജു, TP രാജേഷ്, വാർഡ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ അനുമോദന പരിപാടിയിൽ പങ്കെടുത്തു. തൃക്കടേരി കരിയാട്ടിൽ കോളനി വികസന പ്രവർത്തന ഉദ്ഘാടനം നടന്നു. കരിയാട്ടിൽ കോളനി വികസന പ്രവർത്തനോദ്ഘാടനം നടന്നു. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കടേരി ഗ്രാമപഞ്ചായത്തിലെ കരിയാട്ടിൽ കോളനി വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം P മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. 1 കോടി രൂപ ചെലവിൽ സമഗ്രമായ വികസന പ്രവർത്തനങ്ങളാണ് കരിയാട്ടിൽ കോളനിയിൽ നടത്തുക. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, തൃക്കടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ലതിക, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്തഫ, വാർഡംഗം K അബ്ബാസ്, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KS ശ്രീജ, നിർവഹണ ഏജൻസിയായ KEL പ്രോജക്ട് മാനേജർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.